CA ഫൗണ്ടേഷൻ്റെ ലോ പേപ്പറിൻ്റെ ജാനുവരി 25 എക്സാം RTP ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പൊതുവേ CA എക്സാംസിൽ നമ്മൾ കഴിഞ്ഞ 3 അറ്റംപ്റ്റ് RTP പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയാറ്. ആൻഡ് പലപ്പോഴും നമ്മളെ എക്സാമിലേക്ക് നമ്മളെ റിലവൻറ്റ് RTP എന്നല്ല ക്വസ്റ്റ്യൻ വരാറുള്ളത്, അതിൻ്റെ മുന്നത്തെ RTP എന്നാണ് പലപ്പോഴും ട്രെൻഡ് കണ്ടിട്ടുള്ളത്. സോ മേക്ക് ഷുവർ നിങ്ങൾ ഈ റിവിഷൻ ടൈമിൽ നിങ്ങൾ RTP ക്വസ്റ്റ്യൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ലോൻ്റെ കേസിൽ കഴിഞ്ഞ എക്സാമിൻ്റെയും സെപ്റ്റംബറിൻ്റെയും അതിന് മുന്നത്തെ ജൂണിൻ്റെയും എല്ലാം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. CA ചാനൽസ് എന്ന ചാനൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫൗണ്ടേഷൻ എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ അവൈലബിൾ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ സീരീസിൽ നമ്മൾ കോൺട്രാക്ട് ആക്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Sohan, a wealthy individual, provided a loan of 80,000 to Mukesh on 26th February 23. ലോൺ കൊടുക്കുക, ഫെർദർ ലോൺ ചോദിച്ചു. ഇതിന് മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ദിസ് ഇസ് ലൈക്ക് നമ്മളെ യൂണിറ്റ് 4 പെർഫോമൻസ് എന്നുള്ള യൂണിറ്റിൽ അപ്രോപ്രിയേഷൻ എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അപ്രോപ്രിയേഷൻ ടോപ്പിക്കിൽ നമ്മൾ പ്രൊവിഷൻസ് എന്താ പറഞ്ഞത്, ഞാനിവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ അല്ല, ഒരു ക്വിക്ക് റിവിഷനും നിങ്ങൾക്ക് ആ ടോപ്പിക് റീകോൾ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് പാർട്ടീസ് തമ്മിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ, ഒരാൾ ഗുഡ്സ് കൊടുത്തു, ഒരാൾ വീണ്ടും ഗുഡ്സ് കൊടുത്തു, ഇയാൾ പിന്നെ പേയ്മെൻറ്റ് നടത്തി, പിന്നെ വീണ്ടും അങ്ങോട്ട് ഗുഡ്സ് കൊടുത്തു, ഇങ്ങോട്ട് പേയ്മെൻറ്റ് നടത്തി. വി കോൾ ഇറ്റ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്സ്. യൂണിറ്റ് 4 ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആക്ട് പറയണത് 3 സ്റ്റെപ്സാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് പറയണത് ഡെറ്ററിൻ്റെ റൈറ്റ് ആണ്, അതായത് പൈസ കൊടുക്കുന്ന ആളെ റൈറ്റ് ആണ് തീരുമാനിക്കാൻ ഏത് പേയ്മെൻറ്റ് ഏത് ഡെറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അയാൾ പേയ്മെൻറ്റ് തരുന്ന സമയത്ത് തന്നെ ഇത് നിങ്ങൾ ഏത് ഡെറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ്ലി ചെയ്യേണ്ടി വരും. അത് ഏതൊരു എക്സ്പ്രസ് ആവാം ഓർ ഇംപ്ലൈഡ് ആവാം. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വെർ ബൈ രണ്ട് പാർട്ടീസ് തമ്മിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ 10,135 അതിൻ്റെ ഗുഡ്സ് കൊടുത്തു, പിന്നെ 5,865 അതിൻ്റെ ഗുഡ്സ് കൊടുത്തു, പിന്നെ ഇയാൾ സബ്സിക്വൻ്റ്ലി ഇനി വേറെ ഒരു 6,000 റുപ്പീസിൻ്റെ ഗുഡ്സും കൊടുത്തു. എന്നിട്ട് ഡെറ്റർ ഒരു 5,865 പേയ്മെൻറ്റ് നടത്തി ചെക്കിൻ്റെ. ഏതിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യണമെന്ന് എക്സ്പ്രസ്ലി പറഞ്ഞിട്ടുമില്ല. ഇൻ ദാറ്റ് കേസ് വി നോ ദാറ്റ് ഇത് കറക്റ്റായിട്ട് ഈ ഡെറ്റിലേക്ക് മാച്ച് ആവുന്നതാണ്, നമ്മൾ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഇംപ്ലിക്കേഷനിലൂടെ. സോ ഡെറ്ററിനാണ് ഫസ്റ്റ് റൈറ്റ് ഉള്ളത്. ഇനി അഥവാ ഡെറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ക്രെഡിറ്ററിന് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റും അയാളുടെ ഡിസ്ക്രിപ്ഷനിൽ. അങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈവൻ ടൈം ബാർഡ് ഡെറ്റിലേക്കും അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ടൈം ബാർഡ് 3 വർഷം കഴിഞ്ഞാൽ കാലാവധി കഴിഞ്ഞു, ടൈം ബാർഡ്. അപ്പോൾ അസ്യൂം ഈ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ ടൈം ബാർഡ് ആയിരുന്നു, കുഴപ്പമില്ല, അതിലേക്കും അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് വേർ നെയ്തർ പാർട്ടി അപ്രോപ്രിയേറ്റ്സ്, ഡെറ്ററും അപ്രോപ്രിയേറ്റ് ചെയ്തില്ല, ക്രെഡിറ്ററും അപ്രോപ്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഓർഡർ ഓഫ് ടൈം അനുസരിച്ച് ഓർഡർ ഓഫ് ടൈമിൽ ഈവൻ ഇഫ് ടൈം ബാർഡ് ആണെങ്കിലും ഏതാണോ ഫസ്റ്റ് നടന്നത് അതിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യുക, ഈവൻ ഇഫ് ടൈം ബാർഡ് ആയാലും കുഴപ്പമില്ല. ആൻഡ് ഇവിടെ പറയുന്നുണ്ട് ഇനി 2 ട്രാൻസാക്ഷൻസ് ഒരേ ഡേറ്റിൽ നടന്നതാണെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ. സോ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറയണം? സോഹൻ എ വെൽത്തി ഇൻഡിവിജ്വൽ, ഞാൻ ഈ സ്ക്രിബിൾ ചെയ്തത് ഫുൾ ഇവിടെ മാറ്റിയിട്ടെ ബിക്കോസ് വി നീഡ് സ്പേസ്. സോഹൻ എ വെൽത്തി ഇൻഡിവിജ്വൽ പ്രൊവൈഡഡ് ലോൺ ഓഫ് 80,000 ടു മുകേഷ്. അപ്പോൾ സോഹനും മുകേഷും തമ്മിലാണ് ട്രാൻസാക്ഷൻ. ആദ്യം 80,000 ലോൺ കൊടുത്തു. 80,000 ലോൺ കൊടുത്തു ഓൺ 26th February 23. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും എഴുതരുത് എന്നാണ് ഐസിൻ്റെ ഗൈഡ് ലൈൻസ്. ബട്ട് ചില ക്വസ്റ്റ്യൻസ്, ലോല ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാതെ ചിലപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. സോ ഇറ്റ് ഹാവ് ടു സേവ് ടൈം, മറ്റേ വീണ്ടും വായിക്കേണ്ടി വരും. The borrower Mukesh asked for a further loan of 1,50,000. Sohan agreed but provided the loan in parts on different dates. He provided 1 lakh കൊടുത്തത് 28th February-ക്ക്, പിന്നെ റിമൈനിങ് 50 ഓൺ 3rd March-ന്, ബാക്കി 50,000 കൊടുത്ത്. ഓക്കെ. On 10th March, Mukesh, while paying off part 75,000 to Sohan, insisted the lender should adjust 50,000 towards loan taken on 3rd March. ഇയാൾ റീപേ ചെയ്യുമ്പോൾ കൊടുക്കുന്ന 75,000 ആണ്. 75,000 കൊടുക്കുന്ന സമയത്ത് 50,000 3rd March-ലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ബാലൻസ് 26th February-ലേക്കുള്ള. അപ്പോൾ ഇയാളിപ്പോൾ 75,000 കൊടുക്കുകയാണ്. പക്ഷേ അത് 2 രീതിയിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് പോണത്. അതിൽ നിന്ന് 50 ഇതിക്കും ബാലൻസ് എമൗണ്ട്, ബാലൻസ് പറഞ്ഞാൽ 25,000 ഉണ്ടാവും. 25 ഫസ്റ്റ് എത്തിക്കും. സോഹൻ ഒബ്ജക്റ്റഡ്, ക്രെഡിറ്റർ ഇത് പറ്റൂല എന്നും പറയാണ്. To this arrangement and ask borrower to adjust order of date of borrowers. അയാൾ ഓർഡർ പ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. Whether the contention of Mukesh, debtor പറഞ്ഞത് ശരിയാണോ
ആസ് പെർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഫസ്റ്റ് റൈറ്റ് കൊടുക്കുന്നത് ഡെറ്ററിനാണ്. ഡെറ്റർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം ക്രെഡിറ്ററിന് അപ്രോപ്രിയേറ്റ് ചെയ്യാം. ബട്ട് അഗെയിൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നുണ്ട് ഡെറ്റർ നടത്തുന്ന പേയ്മെന്റ് ക്രെഡിറ്റർ ഒബ്ജക്ഷൻ റേസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് കേട്ടോ. ഡെറ്റർ നടത്തുന്ന പേയ്മെന്റ് ക്രെഡിറ്റർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞ പ്രകാരം തന്നെ അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇയാൾക്ക് റൈറ്റ് ഉണ്ടോ? യെസ്, റൈറ്റ് ഉണ്ട്. പിന്നെ വാട്ട് വുഡ് ബി ദ ആൻസർ ഇഫ് ബോറോവർ ഡസ് നോട്ട് ഇൻസിസ്റ്റ് ഓൺ ഓർഡർ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റീപേയ്മെന്റ്? ബോറോവർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ക്രെഡിറ്ററിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്, ഏതിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. What would be the mode of adjustment if neither debtor nor creditor insist on any order of adjustment? അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ടൈം ആക്ട് പറഞ്ഞ ഓർഡർ ഓഫ് ടൈം, അവിടെ ടൈം പാർട്ടിലേക്കും അഡ്ജസ്റ്റ് ചെയ്യുക. സെയിം സ്റ്റാൻഡിംഗ് ആണെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി. ഞാൻ ക്വസ്റ്റിൻ്റെ റിക്വയർമെന്റ് അനുസരിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പെൻഡിങ് വെച്ചിരുന്നു. പ്രൊപ്പോർഷനേറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യ ഒരു ട്രാൻസാക്ഷൻ 6,000 നടന്നിരുന്നു, പിന്നൊരു ട്രാൻസാക്ഷൻ 5,000 നടന്നിരുന്നു, എന്നിട്ട് ഇയാൾ 7,000 പേയ്മെന്റ് നടത്തി. ഡെറ്ററും എങ്ങനെ അപ്രോപ്രിയേറ്റും പറഞ്ഞാൽ ക്രെഡിറ്ററും ഒന്നും അപ്രോപ്രിയേറ്റും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ഡേറ്റിലാണെങ്കിൽ, ഈ 6ഉം 5ഉം ഒരേ ഡേറ്റിലാണെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി എന്ന് പറഞ്ഞാൽ ഈ 7,000 തന്ന 7,000 ഇൻറ്റു 6,000 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ രണ്ടിനും ടോട്ടൽ 11,000, ഈ കിട്ടുന്ന പ്രൊപ്പോർഷൻ ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഈ 7,000 5,000 ഡിവൈഡഡ് ബൈ 11,000, 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ 11, ഇത് 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ 11, ഇതാണ് തന്ന പേയ്മെന്റ്. അത് ഈ സെക്കൻഡിലേക്കും അഡ്ജസ്റ്റ് ചെയ്യുക, അതാണ് പ്രൊപ്പോർഷനേറ്റ്ലി. നൗ അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ് എങ്ങനെ നമ്മൾ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക? കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊവിഷൻ, ഫാക്ട്, അനാലിസിസ്, കൺക്ലൂഷൻ. പ്രൊവിഷൻ നയം എന്താ പറയണത്? അവിടെ നമുക്ക് സെക്ഷൻ നമ്പർ കോട്ട് ചെയ്യൽ കമ്പൽസറി അല്ല, അറിയണമെങ്കിൽ മാത്രം കോട്ട് ചെയ്യുക. അതർവൈസ് ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആക്ടിൻ്റെ പേര് എഴുതുക. കാരണം റോങ് സെക്ഷൻ നമ്പർ എഴുതിയാൽ ICA മാർക്ക് കട്ട് ചെയ്യും. ഉറപ്പാണെങ്കിൽ മാത്രം കോട്ട് ചെയ്യുക. ഫാക്റ്റിൽ തന്ന ക്വസ്റ്റ്യൻ തന്നെ ഒരു സമ്മറി ആയിട്ട് എഴുതുക, അത് ടൈം ഉണ്ടെങ്കിൽ മാത്രം എഴുതുക. ഇഫ് യു ഫീൽ പേപ്പർ ഇസ് ലെങ്തി, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഫാക്ട് എഴുതാതൊക്കെ. അനാലിസിസിലാണ് ഈ തന്ന പ്രൊവിഷനും ഫാക്റ്റും തമ്മിലുള്ള ബന്ധം എന്താ എന്നുള്ളതാണ് നമ്മൾ എഴുതുക. ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ കൊടുക്കും. ഇത് രണ്ടും പലപ്പോഴും ഒന്നിച്ചേക്കാരം, ഒറ്റ സെന്റൻസ്, ഒറ്റ പാരഗ്രാഫ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ. ഇതിൽ തന്നെ ഈ ലോന്റെ പേപ്പർ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ, ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഹൗ ടു പ്രസന്റ് ലോ എന്നുള്ളത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡിങ് എക്സാമ്പിൾസ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ MCQനെ പറ്റി പറയുന്ന ഏരിയാസ് ഉണ്ട് കുറച്ച്, അത് CA ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിന് മാത്രമുള്ളതാണ്, ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് നോക്കേണ്ട ആവശ്യമില്ല. 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ഫൗണ്ടേഷന് റെലവെന്റ് ആണ്. സോ അത് കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഡീറ്റെയിൽ പിക്ചർ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ബിസൈഡ്സ് ദാറ്റ് എൻ്റെ ലോന്റെ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻറ്റ് ഓൾറെഡി അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഞാൻ ഓരോ ടോപ്പിക്ക് വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതിയിടും ഇത് ഏത് ടോപ്പിക്കിലെ ഡൗട്ടാണെന്ന് എഴുതിയിടും. സോ ദാറ്റ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് സെർച്ച് ചെയ്താൽ അത് അവൈലബിൾ ആവും ചെയ്യും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. മൂവിങ് ഓൺ. ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ഓരോന്നിനും പ്രൊവിഷൻ, ഫാക്ട്, അനാലിസിസ്, കൺക്ലൂഷൻ അങ്ങനെ എഴുതണോ, അതോ കോമൺ ആയിട്ട് ആദ്യം പ്രൊവിഷൻ ഒന്നിച്ച് എഴുതിയിട്ട് പിന്നെ ഓരോന്നിൻ്റെ അനാലിസിസ്, കൺക്ലൂഷൻ സെപ്പറേറ്റ് മതിയോ? ഈ കേസിൽ എങ്ങനെ എഴുതാം? ഈ കേസിൽ ഇപ്പോൾ അവർ അഡോപ്റ്റ് ചെയ്തത് 3 ഡിഫറെൻറ്റ് പ്രൊവിഷൻ ആയതുകൊണ്ട് ആദ്യം ഡെറ്ററിൻ്റെ, പിന്നെ ക്രെഡിറ്ററിൻ്റെ, പിന്നെ ഓർഡർ ഓഫ് ടൈം, സെപ്പറേറ്റ് ആയിട്ട് പ്രൊവിഷൻ, ഫാക്ട്, അനാലിസിസ്, കൺക്ലൂഷൻ ഓരോ സബ് പോയിന്റും എഴുതി. ഈവൻ ഇഫ് യു നിങ്ങൾ ഒന്നിച്ച് ആദ്യം എഴുതി പ്രൊവിഷൻ ഫുൾ ഒന്നിച്ച് എഴുതിയിട്ട് പിന്നെ അനാലിസിസ്, കൺക്ലൂഷൻ മാത്രം സെപ്പറേറ്റ് കൊടുത്താലും കുഴപ്പമില്ല. ICA രണ്ടും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ appropriation of payments in case where debtor owes several debts to the same creditor, debtor ഒരേ ക്രെഡിറ്ററിന് കുറേ പൈസ കൊടുക്കാനുണ്ട് and makes payment which is not sufficient to discharge all the debts, full amount ഒന്നിച്ച് സെറ്റിൽ ചെയ്യുന്ന പൈസ കൊടുത്തിട്ടുമില്ല, the payment shall be appropriated or adjusted as per എങ്ങനെ relevant provisions of Indian Contract Act. debtor multiple debts, മേലെ പറഞ്ഞ സെയിം സെന്റൻസ് ആണ് വീണ്ടും എഴുതുകയാണ്. makes a payment to creditor either with express intimation, അയാളാണ് സ്പെസിഫിക്കലി പറഞ്ഞു നിങ്ങൾ ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, or under circumstances implied ആയിട്ട് സെയിം ഡ്യൂ ആയിട്ടുള്ള ഡെറ്റ് അമൗണ്ടിന്റെ ചെക്ക് ഇവിടെ കൊടുത്തു, അപ്പോൾ അത് അതിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. that the payment to be applied to some particular debt, payment if accepted, creditor accept ചെയ്താൽ ഇത് കണ്ടീഷനാണ്, must be applied accordingly. therefore മുകേഷ് ഡെറ്ററിന്റെ കണ്ടന്റ് ശരിയാണോ എന്ന് ചോദിക്കുന്നത്, അങ്ങനെ അയാൾക്ക് പറയാൻ പറ്റുമോ? യെസ്, പറയാൻ പറ്റും. പിന്നെ ഡെറ്റർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ക്രെഡിറ്റർ മേ അപ്ലൈ, ക്രെഡിറ്ററിന്റെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അയാൾക്ക് ഈവൻ വേർ ഇറ്റ്സ് റിക്കവറി ഈസ് ഓർ ഈസ് നോട്ട് ബാർഡ് ബൈ ലോ എന്ന് പറഞ്ഞാൽ ഈവൻ ഇഫ് ടൈം ബാർഡ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾ ഇതേ സെന്റൻസ് എഴുതണം എന്നല്ല കേട്ടോ.
നിങ്ങൾ എഴുതുമ്പോൾ ഡെറ്റർ ആസ് ഒമിറ്റഡ് ടു ഇൻറ്റിമേറ്റ് ക്രെഡിറ്റർ മേ അപ്ലൈ അറ്റ് ഹിസ് ഡിസ്ക്രിപ്ഷൻ. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് കീവേഡ്സ്. ഈവൻ ക്രെഡിറ്റർ മേ ഈവൻ അപ്ലൈ ടു ടൈം ബാർ ഡെറ്റ് അങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഈ സെൻറ്റൻസ് ഇങ്ങനെ തന്നെ എഴുതണം എന്നുള്ളത് കീവേഡ്സ് അല്ല. ആൻഡ് ലോ മേക്കേഴ്സ് ചിലപ്പോൾ ഒറ്റ സെൻറ്റൻസേക്കാർ ഈ ഫുൾ പാരഗ്രാഫ് അവരങ്ങനെ എഴുതിക്കോട്ടെ, അവരത് വാശിയിലാണ്. നമ്മൾ എഴുതുമ്പോൾ നിങ്ങളത് ഒറ്റ സെൻറ്റൻസ് ആക്കി ചെയ്യാൻ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സെൻറ്റൻസ് ബ്രേക്ക് ചെയ്ത് എഴുതാം. അപ്പോൾ ഡെറ്റർ ഒമിറ്റ് ചെയ്തു, ക്രെഡിറ്ററിന് ഡിസ്ക്രിപ്ഷൻസ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ഏതിലേക്ക് അപ്ലൈ ചെയ്യുക, ഈവൻ ടൈം ബാർഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് പുതിയ സെൻറ്റൻസ് ആയിട്ട് എഴുതാം. നിങ്ങൾ ഇവരെ പറഞ്ഞ മാതിരി തന്നെ വാശിയിൽ ഒറ്റ സെൻറ്റൻസിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണ്ട. നിങ്ങൾ പലപ്പോഴും പല ആൻസർ ഷീറ്റ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ ഫീൽ ചെയ്തിട്ടില്ല. സ്റ്റുഡൻസ് പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് കൺവേ ചെയ്യാതെ വരുന്ന ഒരു കേസ് വരും അങ്ങനത്തെ സിറ്റുവേഷനിൽ. പിന്നെ ഹെൻസ് ഡെറ്റർ ഫെയിൽ ആയാൽ ക്രെഡിറ്റർ ക്യാൻ അപ്രോപ്രിയേറ്റ് ആസ് പെർ ഹിസ് ചോയ്സ്. ഇനി നെയ്തർ പാർട്ടി മേക്സ് അപ്രോപ്രിയേഷൻ, ക്രെഡിറ്ററും ഡെറ്ററും രണ്ടാളും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഓർഡർ ഓഫ് ടൈം, നെയ്തർ പാർട്ടി മേക്സ് എനി അപ്രോപ്രിയേഷൻ ഓർഡർ ഓഫ് ടൈം. അപ്പോൾ വെദർ ദേ ആർ നോട്ട് ബാർഡ് ബൈ ലോ കുഴപ്പമില്ല, ഏതിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈക്വൽ സ്റ്റാൻഡിങ് ഒരേ ഡേറ്റിലാണെങ്കിൽ അപ്ലൈഡ് ഡിസ്ചാർജ് പ്രൊപ്പോർഷനേറ്റ്ലി. ഓക്കെ, അപ്പോൾ manner of appropriation of part of payment, appropriation of proportion of tax. That's it. ഇത്രയും ഫാക്ടേഴ്സ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റിന്റെ ക്വസ്റ്റ്യൻ. Then Rama directs Shyam to sell laptops for him and agree to give Shyam 11% commission on sale. ഏജൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാർട്ടീസ് ആരൊക്കെ ഫസ്റ്റ് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഡയറക്ട്സ് ശ്യാം, അപ്പോൾ രാമ പ്രിൻസിപ്പൽ, ശ്യാം ഏജന്റ്. ടു സെൽ ലാപ്ടോപ്സ്, ഇയാളോട് ലാപ്ടോപ്സ് വിൽക്കാൻ പറഞ്ഞ് എന്നിട്ട് അയാൾക്ക് കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് 11% സെയിൽ പ്രൈസിൽ. പിന്നെ ഗവൺമെൻറ് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഇട്ടു ലാപ്ടോപ്പിൻ്റെ ഇമ്പോർട്ടിൽ. അപ്പോൾ രാമ വിചാരിച്ച് ലാപ്ടോപ്പിൻ്റെ ഇമ്പോർട്ടിൽ റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ സാധനത്തിൻ്റെ സപ്ലൈ, ലാപ്ടോപ്പിൻ്റെ സപ്ലൈ കുറയും, അപ്പോൾ അതിൻ്റെ പ്രൈസ് ഫ്യൂച്ചറിൽ കൂടും. അപ്പോൾ രാമൻ എന്ത് ചെയ്ത് അയാൾ റിവോക്ക് ചെയ്ത് അതോറിറ്റി, വിൽക്കാനുള്ള അതോറിറ്റി റിവോക്ക് ചെയ്ത്. ചെയ്യാൻ പറ്റുമോ? പ്രിൻസിപ്പളിന് റിവോക്ക് ചെയ്ത് ടെർമിനേഷൻ ഓഫ് ഏജൻസി എന്നുള്ള ടോപ്പിക്കാണ്. റിവോക്ക് ചെയ്യാൻ പറ്റുമോ? യെസ്, റിവോക്ക് ചെയ്യാൻ പറ്റും. ഏജന്റ് ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് റിവോക്ക് ചെയ്യാം, ചെയ്ത് കഴിഞ്ഞാൽ റിവോക്ക് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഇഫ് പാർഷ്യലി എക്സസൈസ് ചെയ്തു, ഏജന്റ് പോർഷൻ ചെയ്തു, ഒരു പോർഷൻ ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഏജന്റ് അതോറിറ്റി എക്സസൈസ് ചെയ്ത പോർഷനും ദ എക്സസൈസ്ഡ് പോർഷനും യെറ്റ് ടു ബി എക്സസൈസ്ഡ് പോർഷനും ഇത് രണ്ടും സെപ്പറബിൾ ആണെങ്കിൽ ചെയ്ത പോർഷൻ റിവോക്ക് ചെയ്യാൻ പറ്റൂല, ചെയ്യാനുള്ള പോർഷൻ റിവോക്ക് ചെയ്യാം. ഇത് രണ്ടും ഇൻസെപ്പറബിൾ ആണെങ്കിൽ എൻറ്റയർ ട്രാൻസാക്ഷൻ റിവോക്ക് ചെയ്യാൻ പറ്റൂല. ഇങ്ങനെയാണ് റൂൾസ്. അപ്പോൾ ഇയാൾ റിവോക്ക് ചെയ്തു for any further sale. Shyam, before receiving the letter at his end, sold 5 laptops at a price fixed by Rama. Shyam asked 11% commission വിറ്റ് 5 ലാപ്ടോപ്പിന് 1 lakhന് വിറ്റ്. ഓക്കെ, explain under Indian Contract Act, sale of laptops after revoking Shyam's authority is binding on Rama. ഓൾറെഡി വിറ്റ് കഴിഞ്ഞ 5 ലാപ്ടോപ്പ് പ്രിൻസിപ്പളിന് ബൈൻഡിങ് ആണോ? യെസ്, ബൈൻഡിങ് ആണ്. ചെയ്ത് കഴിഞ്ഞ ട്രാൻസാക്ഷനുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. Whether Shyam will be able to recover his commission. അപ്പോൾ ഫസ്റ്റ് ആൻസർ യെസ്. Whether Shyam will be able to recover his commission from Rama. If yes, what will be the amount? Yes, റിക്കവർ ചെയ്യാൻ പറ്റും. എത്ര? 5 ലാപ്ടോപ്സ് അല്ല വിറ്റ്, 5 ലാപ്ടോപ്പ് ഇൻറ്റു 1 lakh rupees ഈച്ച്, അപ്പോൾ 5 lakh ഇൻറ്റു 11% കമ്മീഷൻ. 5 lakhന്റെ 11% 55,000 കമ്മീഷനായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും. When termination of agent's authority takes effect, the termination of authority of agent does not, so far as regards the agent, take effect. Just to cover the does not take effect before it became known to him. Agent revocation പറ്റി അറിയുമ്പോൾ മാത്രമേ അയാൾക്ക് റിവോക്കേഷൻ ഉണ്ടെന്നുള്ള കാര്യം അറിയുള്ളൂ. നമ്മൾ യൂണിറ്റ് 1 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഓഫർ ഇപ്പോൾ കംപ്ലീറ്റ് ആയി, അക്സെപ്റ്റൻസ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി, റിവോക്കേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. So far as regards third parties, before it becomes known to them. പ്രിൻസിപ്പൽ ഏജന്റിനോട് എന്ത് റിവോക്കേഷൻ അല്ലെങ്കിൽ അതോറിറ്റി ഇംപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമില്ല. തേർഡ് പാർട്ടി അത് അറിയാത്തടത്തോളം കാലം ഏജന്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രിൻസിപ്പൽ ലയബിൾ ആവും. എസ്റ്റോപ്പൽ എന്നുള്ള കോൺസെപ്റ്റ് ഇത് പാർട്ട്ണർഷിപ്പിലും പറയുന്നുണ്ട്. എസ്റ്റോപ്പൽ, പാർട്ട്ണർ എസ്റ്റോപ്പൽ എന്നുള്ള കോൺസെപ്റ്റ് അല്ല പറയുന്നത്. തേർഡ് പാർട്ടിക്ക് നോട്ടീസ് കിട്ടാത്തടത്തോളം കാലം നമുക്ക് ഇംപ്ലൈഡ് അതോറിറ്റി എന്നുള്ള ടോപ്പിക് ഒക്കെ ഉണ്ട് പാർട്ട്ണർഷിപ്പിൽ. ഇംപ്ലൈഡ് അതോറിറ്റിയിൽ നമുക്ക് വേണമെങ്കിൽ റെസ്ട്രിക്ഷൻ വെക്കാം, പക്ഷേ ആ റെസ്ട്രിക്ഷൻ എപ്പോഴേ തേർഡ് പാർട്ടിക്ക് ആപ്ലിക്കബിൾ ആവുള്ളൂ. തേർഡ് പാർട്ടി അറിയണം അങ്ങനെ റെസ്ട്രിക്ഷൻ ഉള്ള കാര്യം. അറിയാത്തടത്തോളം കാലം അത് ആപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ റിവോക്കേഷൻ ഓഫ് Shyam's authority becomes effective only when it is communicated to and received by Shyam. Since Shyam had not received the revocation letter at the time of selling laptops, his authority to sell on behalf of Rama will be his authority
to sell will be valid. Hence, sale is binding on Rama. Shyam is entitled to receive commission before revocation ചെയ്തതായതുകൊണ്ട് ബിഫോർ റിവോക്കേഷൻ. അപ്പോൾ എത്ര കിട്ടും? 5 ലാപ്ടോപ്പ്, പ്രൈസ് പ്രിൻസിപ്പൽ ഫിക്സ് ചെയ്തത് 1 lakh, അപ്പോൾ 5 lakh ആയി. അതിൻ്റെ 11% 55,000. കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് RTPയിലുള്ള. ആൻഡ് പൊതുവെ RTPനേക്കാൾ കുറച്ച് ടെക്നിക്കൽ, ഇപ്പോൾ റീസെൻ്റ്ലി ട്രെൻഡ് കാണുന്നത് കുറച്ച് ടെക്നിക്കൽ MCQയിലാണ് ഉള്ളത്. അല്ല MCQ അല്ല, സോറി, മറ്റേ മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സിലാണ് ഉള്ളത്. ബട്ട് ദാറ്റ് ഇസ് ഓൾസോ ഇപ്രാവശ്യത്തെ ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കണ്ടിട്ടില്ല. Rohan found a wallet in restaurant. He enquired all the customers present there, but true owner could not be found. ഇതൊക്കെ വന്ന ക്വസ്റ്റ്യൻ ആണ്, ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. He handed over the same to manager of the restaurant. ഇത് ഏതാ സാധനം? നമ്മളെ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ഉണ്ട്. ഫൈൻഡർ ഓഫ് ഗുഡ്സ് ബെയിൽമെന്റിൽ പറയുന്നുണ്ട് ഫൈൻഡർ ഓഫ് ഗുഡ്സിനെ പറ്റി. അതേമാതിരി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ക്വാസി കോൺട്രാക്റ്റിൽ പറയുന്നുണ്ട് ഫൈൻഡർ ഓഫ് ഗുഡ്സിനെ പറ്റി. അപ്പോൾ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ബെയിലിയുടെ പൊസിഷനിലാണ്. പ്രോപ്പർ കെയർ ചെയ്യണം. എ മാൻ ഓഫ് ഓർഡിനറി പ്രൂഡൻസ് സ്വന്തം ഗുഡ്സ് കെയർ ചെയ്യണ പോലെ ഓണറെ ട്രേസ് ചെയ്യണം. ഓണറെ കിട്ടിക്കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യണം. ആൻഡ് ഫൈൻഡറിന് ഗുഡ്സ് അയാളെ പൊസിഷനിൽ വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. ട്രൂ ഓണർ ചോദിച്ചാൽ മാത്രമേ തിരിച്ചു കൊടുക്കാൻ ലയബിൾ ആവുള്ളൂ. വേറെ ഏത് പേഴ്സൺ എന്ന് ചോദിച്ചാൽ അയാൾ കൊടുക്കാൻ ലയബിൾ ആവില്ല. അയാൾക്ക് അയാളുടെ കയ്യിൽ റീറ്റെയിൻ ചെയ്യാൻ റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ സാധനം കളഞ്ഞു പോയി, കടയിൽ ആളുണ്ടോ നോക്കി, ആരെങ്കിലാണോ നോക്കി, ആരും കിട്ടിയതൊന്നുമില്ല. അപ്പോൾ അയാൾ മാനേജറിനെ ഏൽപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞ് റോഹൻ തിരിച്ചു വന്നു റെസ്റ്റോറൻറ്റിൽ. എന്നിട്ട് വാളനെ പറ്റി ചോദിച്ചപ്പോൾ മാനേജർ റെഫ്യൂസ് റിട്ടേൺ ടു റോഹൻ. റോഹനെ തിരിച്ചു കൊടുക്കാൻ റെഫ്യൂസ് ചെയ്തു, സെയിങ് ദാറ്റ് ഇറ്റ് ഡിഡ് നോട്ട് ബിലോങ് ടു ഹിം. നിങ്ങളുടെ അല്ല, ഞാൻ എന്തിനു തിരിച്ചു തരണം? ഇൻ ലൈറ്റ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ക്യാൻ റോഹൻ റിക്കവർ ദി വാലറ്റ് ഫ്രം ദി മാനേജർ? യെസ്. ട്രൂ ഓണറോട് മാത്രമേ റീറ്റെയിൻ ചെയ്യാൻ റൈറ്റ് ഇല്ലാത്തുള്ളൂ. വേറെ ആര് വന്ന് ചോദിച്ചാലും കൊടുക്കാൻ ലയബിൾ ആവും. അപ്പോൾ എ പേഴ്സൺ ഹു ഫൈൻഡ്സ് ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ takes them into his custody is subject to same responsibility as if he were Bailey. ബെയിലിയുടെ സെയിം പൊസിഷനിലാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? പ്രോപ്പർ കെയർ ചെയ്യണം. നോ റൈറ്റ് ടു അപ്രോപ്രിയേറ്റ്. അപ്രോപ്രിയേറ്റ് എന്നൊക്കെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ സെക്ഷൻ 23 പറയുന്നുണ്ട്. ഇപ്പോൾ ആസ് ഓഫ് നൗ നമ്മൾ ജസ്റ്റ് യൂസ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. മീനിങ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഓണർ കിട്ടിക്കഴിഞ്ഞാൽ സാധനം റീസ്റ്റോർ ചെയ്യണം, തിരിച്ചു കൊടുക്കണം. മാനേജർ മസ്റ്റ് റിട്ടേൺ ദി വാലറ്റ് റോഹൻ സിൻസ്, ഇവിടെയാണ് ആ സെന്റൻസ് പറയുന്നത്. Rohan is entitled to retain the wallet found against everybody except the true owner. True owner മാത്രമേ വന്ന് ചോദിച്ചാൽ റോഹൻ കൊടുക്കാൻ ലയബിൾ ആവുള്ളൂ. വേറെ ഏത് പേഴ്സൺ അഗേൻസ്റ്റ് റോഹൻ അത് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. That was also simple question. അടുത്ത മൈനറിന്റെ ക്വസ്റ്റ്യൻ. മൈനർ പരിധി. A minor falsely representing her age enters into an agreement with an authorized laptop dealer, Mr. Mittal, owner of MP Laptops, for purchase of laptop on credit amounting to 60,000 rupees. In the laptop credit purchase on 1st August 2022. She promised to pay back outstanding amount. അപ്പോൾ ക്രെഡിറ്റിന് വാങ്ങി 60,000 രൂപയുടെ ലാപ്ടോപ്പ് 1st August പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. 16% ഇൻട്രസ്റ്റ്. എടാ മൈനർ, യൂണിറ്റ് 3 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, മൈനർ. വോയിഡ് അബ് ഇനിഷ്യൂ ആണ്. പൈസ കൊടുക്കാൻ ലയബിൾ ആവില്ല, ഇൻട്രസ്റ്റ് കൊടുക്കാൻ ലയബിൾ ആവില്ല. ഇനി മേജർ ആയി കഴിഞ്ഞാൽ റാറ്റിഫൈ ചെയ്യാൻ പറ്റൂല. ഒരു ലയബിലിറ്റി ഇല്ല. ആകെ ലയബിൾ ആവുന്ന കേസസ് ഏതൊക്കെയുള്ളത്? ഒന്ന് നമ്മളെ ക്വാസി കോൺട്രാക്ട് സെക്ഷൻ 68, നെസസറി സപ്ലൈ ടു മൈനർ. അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ലാപ്ടോപ്പ് വാങ്ങിയത് ഓൺലൈൻ എഡ്യൂക്കേഷണൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ ഓക്കെ, റിക്കവർ ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് കണ്ടീഷൻ എസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റും. അതൊന്നും ഇല്ലാത്ത കേസിൽ മൈനർ ലയബിൾ ആവില്ല. വാട്ട് എൽസ്? ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിച്ചെന്ന് വെച്ചാൽ, ഏജ് ഫോൾസ്ലി റെപ്രസെന്റ് ചെയ്ത കേസിൽ വേണമെങ്കിൽ കോർട്ടിന് ആ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കാൻ ഡയറക്റ്റ് ചെയ്യാം. ഈ കേസിൽ ലാപ്ടോപ്പ് തിരിച്ചു കൊടുക്കാൻ ഡയറക്റ്റ് ചെയ്യാം. ബട്ട് ഇത് ആ ക്വസ്റ്റ്യൻ അല്ല, അത് റെയർലി ഒരു പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ലെറ്റ്സ് സീ, 16% ഇൻട്രസ്റ്റ്. 1st August വാങ്ങിച്ച ലാപ്ടോപ്പ് ആയിരുന്നു 31st July 23 തിരിച്ചു തരാമെന്ന് പറഞ്ഞു. 1 year. ഷീ ടോൾഡ് ഹിം ദാറ്റ് ഇൻ കേസ് ഷീ വോണ്ട് ബി ഏബിൾ ടു പേ ദി ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഹെർ ഫാദർ രാം വിൽ പേ ബാക്ക് ഓൺ ഹെർ ബിഹാഫ്. മൈനർ ഗാർഡിയനെ ലയബിൾ ആക്കാൻ പറ്റുമോ? കുട്ടി കടയിൽ വന്നിട്ട് പറയുന്നത് പപ്പ പൈസ തരാം, ഞാൻ തന്നില്ലെങ്കിൽ ഞാൻ 16% തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രസ്റ്റ് അടക്കം തരാം പൈസ, ഞാൻ തന്നില്ലെങ്കിൽ പപ്പ തരാമെന്നുള്ളത്. മൈനറിന് ഗാർഡിയനെ ലയബിൾ ആക്കാൻ പറ്റില്ല. ഗാർഡിയൻ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ മൈനറിനെ ബൈൻഡ് ചെയ്യാനും പറ്റില്ല. ഗാർഡിയൻ മൈനറിന്റെ ബിഹാഫിൽ എൻ്റർ ചെയ്യുമ്പോൾ മൈനറിന് ബെനിഫിഷ്യൽ ആയ കോൺട്രാക്ട്സ് ചെയ്യാൻ പറ്റുള്ളൂ. മൈനറിന് ലയബിൾ ആയിട്ടുള്ള കോൺട്രാക്ട്സ്, ഗാർഡിയന് ബൈൻഡിങ് ആയിട്ടുള്ള കോൺട്രാക്ട് ഗാർഡിയന് ചെയ്യാൻ പറ്റില്ല. മൈനറിന് ഗാർഡിയനെ ബൈൻഡ് ചെയ്യാനും പറ്റില്ല. അൺലെസ് ഗാർഡിയൻ സ്പെസിഫിക് അതോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏജന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതർവൈസ് പറ്റൂല. ഓക്കെ,
After 1 year, when minor was asked to pay the outstanding amount with interest, she refused to pay the amount and told the owner that she is a minor. Now he cannot recover a single penny from her. ആദ്യം falsely ഏജ് റെപ്രസെന്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കേട്ടോ. അപ്പോൾ പിന്നെ മൈനർ ലയബിൾ ആയിക്കൂടെ? ആക്ട് പറഞ്ഞു പറ്റൂല. മൈനർ ക്യാൻ ഓൾവേസ് പ്ലീഡ് മൈനോറിറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ പേരും റൂൾ ഓഫ് എസ്റ്റോപ്പൽ ഡസ് നോട്ട് അപ്ലൈ ടു മൈനർ. എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് കാരണം അല്ലെങ്കിൽ നിങ്ങളെ കണ്ടക്ട് കാരണം ഒരാൾക്ക് റോങ് ബിലീഫ് കിട്ടി, ഇനി അവർ നിങ്ങളെ ലയബിൾ ആക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ലയബിലിറ്റി ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഇതാണ് എസ്റ്റോപ്പൽ. പക്ഷെ മൈനറിന് ഇതും ആപ്ലിക്കബിൾ അല്ല. മൈനർ മേജർ ആണെന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് എൻ്റർ ചെയ്ത് സബ്സിക്വൻ്റ്ലി പെർഫോം ചെയ്യുന്ന ടൈം ആയി പറയുമ്പോൾ പറ്റിച്ചേ ഞാൻ മൈനറാണേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൈസ ഒന്നും കിട്ടില്ല എന്ന് ഡയലോഗ് അടിക്കണം മൈനർ. ഇപ്പോൾ ഒരു റുപ്യ പോലും എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഷീ വിൽ ബി മേജർ ഓൺ 1st January 2025 ആൻഡ് ഓൺലി ആഫ്റ്റർ ദാറ്റ് ദ എഗ്രിമെന്റ് ക്യാൻ ബി റൈഫൈഡ്. നോക്കി നിങ്ങൾ, ഒരാൾ ഇത്രയൊക്കെ പറ്റിക്കാൻ പാടുണ്ടോ? ആദ്യം പറഞ്ഞ് ഞാൻ പൈസ തരാം 16%, ആദ്യം പറഞ്ഞ് ഞാൻ മേജറാണ്, പിന്നെ പറഞ്ഞ പൈസ തരാം 16% ഇൻട്രസ്റ്റ് തരാം, ഞാൻ തന്നില്ലെങ്കിൽ പപ്പ തരും, ഇതൊക്കെ പറ്റിച്ചിട്ട് അവസാനം പൈസ കൊടുക്കുന്ന ടൈമായപ്പോൾ പറയാണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ മൈനറാണ്. എന്നാൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അങ്കിൾ, ആരാ കടയത്തെ ഓണർ മിസ്റ്റർ മിറ്റാൽ അങ്കിൾ, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ January 2025 മേജർ ആവും. ഇത് ഐസിൻ്റെ വേറെ സ്റ്റൈലാണ്. മേജർ ആയി കഴിഞ്ഞാൽ റാറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിയൊക്കെ യൂസ് ചെയ്തിട്ട് പറ്റൂല എന്നൊക്കെ പറയും. പക്ഷേ ഐ സി തന്നെ നമ്മളോട് പറയുന്ന ക്വസ്റ്റ്യനിൽ ഞാൻ മേജറായ എനിക്ക് റാറ്റിഫൈ ചെയ്യാൻ പറ്റും, ഒരു കൺഫ്യൂഷൻ നമ്മളെ മൈൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ പറ്റുമോ? ഐ സി ഇങ്ങനെ പറയുന്നുണ്ട്, പറ്റൂല. എക്സ്പ്ലെയിൻ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേസ് മിസ്റ്റർ മിറ്റാൽ വിൽ സക്സീഡ് ഇൻ റിക്കവറിങ്. വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഒരു റിക്കവറി മെത്തേഡ് വില്ല മിസ്റ്റർ അങ്കിൾ. ബൈ ഫയലിംഗ് എ കേസ് അഗെയിൻസ്റ്റ് മൈനർ ഫോർ റിക്കവറി, പറ്റൂല. ഫയലിംഗ് എ കേസ് അഗെയിൻസ്റ്റ് രാം ഫാദർ, പറ്റൂല. എക്സെപ്റ്റ് അതോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്താണെങ്കിൽ പറ്റുമായിരുന്നു. ഇവിടെ അതൊന്നുമല്ല, പറ്റൂല. ഫയലിംഗ് എ കേസ് അഗെയിൻസ്റ്റ് മൈനർ ആഫ്റ്റർ ഷീ അറ്റൈൻസ് മെജോറിറ്റി, ഒന്നും പറ്റൂല, പൈസ പോയി. അറ്റ്ലീസ്റ്റ് ലാപ്ടോപ്പ് എഡ്യൂക്കേഷണൽ പേർപ്പസിനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, ഇതൊന്നുമല്ല. നെസസറി സെക്ഷൻ 60 പ്രൊവിഷനിലും വരില്ല. കോൺട്രാക്ട് വിത്ത് മൈനർ വോയിഡ് അബ് ഇനിഷ്യോ. വോയിഡ് അബ് ഇനിഷ്യോന്റെ മീനിങ് വോയിഡ് ഫ്രം ദ വെരി ബിഗിനിങ്. പിന്നെ മിറ്റാൽ വിൽ നോട്ട് സക്സീഡ്, മൈനർ എന്നത് കിട്ടൂല. മൈനർ കനോട്ട് ബൈൻഡ് പാരന്റ് ഓർ ഗാർഡിയൻ, അവർ ലയബിൾ ആവില്ല. ഈവൻ ഫോർ നെസസറീസ്, മൈനർ മൈൻഡ് നെസസറീസ് ആണെങ്കിൽ വരെ. ഇൻ ദി ആബ്സെൻസ് ഓഫ് അതോറിറ്റി, ഇൻ ദി ആബ്സെൻസ് ഓഫ് അതോറിറ്റി. അപ്പം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. എ മൈനർ ഇസ് നോട്ട് കേപ്പബിൾ ഓഫ് ബൈൻഡിങ് ദ പാരൻസ് ഈവൻ ഫോർ നെസസറീസ്, അങ്ങനെ തുടങ്ങിയിട്ട് ഇനി സെക്കൻഡ് സെന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും വേർ ദ പാരന്റ് ഹാസ് ഗിവൺ അതോറിറ്റി ടു ദ മൈനർ, പാരന്റ് വിൽ ബി ലയബിൾ. ആ അതോറിറ്റി എങ്ങനെ ആവാം? എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം. ദിസ് ഇസ് വാട്ട് ഐ സെഡ്. നിങ്ങൾക്ക് പല സെന്റൻസ് ആയിട്ട് എഴുതാം, ഒറ്റ സെന്റൻസിൽ എഴുതണം എന്നില്ല. പിന്നെ അപ്പോൾ അതും റിക്കവർ ചെയ്യാൻ പറ്റില്ല, സക്സീഡ് ചെയ്യില്ല. നോ റാറ്റിഫിക്കേഷൻ, മൈനർ കനോട്ട് റാറ്റിഫൈ. ഈ റാറ്റിഫൈ എന്ന് പറഞ്ഞാൽ സബ്സിക്വന്റ് അപ്രൂവൽ. മേജർ ആയി കഴിഞ്ഞിട്ട് ഞാൻ പണ്ട് മൈനർ ആയ സമയത്ത് ചെയ്ത ട്രാൻസാക്ഷൻസ് ഇപ്പൊ അപ്രൂവ് ചെയ്യാം, അതും പറ്റൂല. ഓക്കെ, അപ്പോൾ മിറ്റാൽ അങ്കിളിന്റെ പൈസ പോയി. സ്റ്റേറ്റ് with reasons whether the following agreements are valid or void. Were two courts having jurisdiction to try a suit, an agreement between parties that the suit should be filed in only one of the courts alone. Normally നമ്മളെ യൂണിറ്റ് 3ൽ ലോഫുൾ ഒബ്ജക്ട് ലോഫുൾ കൺസിഡറേഷനിൽ എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്, ഒരാളെ കേസ് ഫയൽ ചെയ്യാൻ റൈറ്റ് തടയാം. ഞാൻ നിങ്ങളുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ട് പറയാണ് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് പറ്റിയാൽ നിങ്ങൾ കോർട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ അത് വോയിഡ് ആണ്. ഒരാളെ കേസ് ഫയൽ ചെയ്യാൻ റൈറ്റ് തടയാണ്, അത് വോയിഡ് ആണ്. അതിന്റെ എക്സെപ്ഷൻ ആണ് ആർബിട്രേഷൻ. കോർട്ട് പോകില്ല, ആർബിട്രേഷൻ പോകുന്ന പറഞ്ഞാൽ വാലിഡ് ആണ്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ്ലി തടയുന്നുണ്ടോ? ഇല്ല. ഇവിടെ സംബന്ധിച്ചാൽ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള കോൺട്രാക്ട്, അവർ കോൺട്രാക്ട് നടക്കുന്ന ഏരിയയിൽ രണ്ട് കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, പവർ ഉണ്ട്. കോർട്ട് എ ഉണ്ട്, കോർട്ട് ബി ഉണ്ട്. അപ്പോൾ ഇവർ കോൺട്രാക്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ പറയുന്നത് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഡിസ്പ്യൂട്ട് പറ്റിയാൽ നമ്മൾ കോർട്ട് എക്കല്ല പോവുക, ബിക്കാ പോവുക. അതല്ല ഇവിടെയാണ്, അവിടെ തടയുന്നില്ല. യെസ്, വാലിഡ്. എക്സ് ഓഫേഴ്സ് ടു സെൽ ഹിസ് മാരുതി കാർ ടു വൈ. വൈ ബിലീവ്സ് ദാറ്റ് എക്സ് ഹാസ് ഓൺലി വേഗണാർ കാർ ബട്ട് എഗ്രീസ് ടു ബൈ ഇറ്റ്. ഇതിപ്പോൾ എന്താ സംഭവം? നമ്മളെ മൾട്ടിപ്പിൾ പ്രൊവിഷൻസ് ആട്ടോ. മീനിങ് വേഗാണ്, അൺസർട്ടനിറ്റി ഓഫ് മീനിങ്, കോൺട്രാക്ട് വാലിഡ് ആവില്ല, ഫ്രീ കൺസെന്റ് ഇല്ല, കൺസെൻസസ് ആഡ് ഇടം, സെയിം തിങ് ദ സെയിം സെൻസ് അല്ല, ഞാൻ വിൽക്കാൻ ഉദ്ദേശിച്ചല്ല ഞങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത്. മിസ്റ്റേക്ക്, ബൈലാറ്ററൽ മിസ്റ്റേക്ക്, രണ്ട് പാർട്ടീസും വിചാരിച്ചതല്ല, എല്ലാത്തിനെയും കോൺസിക്വൻസ് അൾട്ടിമേറ്റ്ലി വോയിഡ് എന്നാണ് പറയുന്നത്. എക്സ് എ ഫിസിഷ്യൻ ആൻഡ് സർജൻ എംപ്ലോയ്സ് വൈ ആസ് അസിസ്റ്റന്റ് ഓൺ എ സാലറി ഓഫ് 75,000. 2 വർഷം വൈ എഗ്രീസ് നോട്ട് ടു പ്രാക്ടീസ് സർജൻ ഡ്യൂറിങ് ദീസ് 2 years. എൻ്റെ അണ്ടറിൽ ഞാൻ ഒരാളെ ട്രെയിനി ആയിട്ട് വെക്കുമ്പോൾ, എംപ്ലോയി ആയിട്ട് വെക്കുമ്പോൾ, അയാൾ എൻ്റെ അടുത്ത് സ്കില്ല് ഫുള്ള് പഠിച്ചിട്ട് നിങ്ങൾ ഈ രാവിലെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് പഠിക്കുക, ഉച്ചയ്ക്ക് ശേഷം എനിക്ക് തന്നെ കോമ്പറ്റീഷൻ നിങ്ങൾ പുറത്ത് ക്ലിനിക്കിൽ ഇതേ സാധനം ചെയ്യാം.
അപ്പോൾ നമുക്ക് അയാളെ തടയാൻ പറ്റും. ഇതേതാ യൂണിറ്റ് 3 അഗെയിൻ എഗ്രിമെന്റ് ആൻഡ് റെസ്ട്രെയിന്റ് ഓഫ് ട്രേഡ്. ഒരാളെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ചെയ്യാൻ റൈറ്റ് തടഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് ആണ്. എക്സെപ്ഷൻ ഉണ്ടായിരുന്നു. സെയിൽ ഓഫ് ഗുഡ് വില്ലിന്റെ കേസിൽ വാലിഡ് ആണ്. ഔട്ട് ഗോയിങ് പാർട്ട്ണറോട് തടയുമ്പോൾ വാലിഡ് ആണ്. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് തമ്മിൽ നോക്കുമ്പോൾ വാലിഡ് ആണ്. എംപ്ലോയ്മെന്റ് സർവീസിനും വാലിഡ് ആണ്. എംപ്ലോയ്മെന്റ് സർവീസിന് കമ്പനീസ് ആക്ടിൽ ഒരു കേസ് ലോ ഒക്കെ ഉണ്ടായിരുന്നു. ബിൽഫോർഡ് മോട്ടോർ കമ്പനി വേഴ്സസ് ഹോൺ ഒരു സിമിലർ കോൺസെപ്റ്റിന് ബേസ് ചെയ്ത് കേസ് ലോ ആയിരുന്നു. അപ്പോൾ ഇത് വാലിഡ് ആണ്. പ്രൊവൈഡഡ് റീസണബിൾ റെസ്ട്രിക്ഷൻ വെക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ പറയണത് ഒരു ലൊക്കാലിറ്റിക്കുള്ള റെസ്ട്രിക്ഷൻ ആവണം, അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിനുള്ളതാവണം. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? മറ്റേ കോട്ട് എഗ്രിമെന്റ് റെസ്ട്രിക്ഷൻ ലീഗൽ പ്രൊസീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. റെസ്ട്രിക്റ്റഡ് ആബ്സല്യൂട്ട്ലി കംപ്ലീറ്റ്ലി അയാൾക്ക് കേസ് ഫയലിന് റൈറ്റ് തടയുമ്പോഴാണ് റെസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ് ആവുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ വോയിഡ് ആകുമായിരുന്നു. ഹവർ ഈ കേസിൽ നോ ആബ്സല്യൂട്ട് റെസ്ട്രിക്ഷൻ, കോർട്ട് പോകാനേ പറ്റില്ല എന്നല്ല പറഞ്ഞത്. 2 കോർട്ടുള്ള സ്ഥലത്ത് ഒരു കോർട്ടിൽ പോകാന്ന് പറയുമ്പോൾ വാലിഡ് ആണ്. രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? 2 പാർട്ടീസ് നോ റിയൽ കൺസെന്റ്. സെയിം തിങ് ഇൻ ദ സെയിം സെൻസ് അല്ല. സെയിം തിങ് ഇൻ ദ സെയിം സെൻസിന് നമ്മൾ കൺസെൻസസ് ആഡ് ഇഡം എന്ന് പറയും ലാറ്റിനിൽ. കൺസെൻസസ് ആഡ് ഇഡം. പിന്നെ മൂന്നാമത്തെ കേസിൽ ഇതെന്ത് ചെയ്യുന്നു? എംപ്ലോയി തടയുക. യെസ് വാലിഡ് ആണ്. സാധാരണ അത് എഗ്രിമെന്റ് ആൻഡ് റെസ്ട്രെയിൻ ഓഫ് ട്രേഡ് വരിക വിച്ച് ഇസ് വോയിഡ്. പക്ഷേ if you see the paper presentation pattern over here, ആദ്യം ജനറൽ റൂൾ എഴുതി വോയിഡ് ആണ്, പിന്നെ ഒരു എക്സെപ്ഷൻ, അങ്ങനെ. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി മാർക്സ് നമ്മൾ എത്ര എഴുതണം. ഡയറക്റ്റ് ഒരു സെന്റൻസ് എഴുതിയാൽ മതിയോ അതോ ആദ്യം വോയിഡ് എഴുതുക പിന്നെ എക്സെപ്ഷൻ എഴുതുക? എത്ര മാർക്കിനാണ് ചോദിച്ചത് അതിനനുസരിച്ച് എഴുതുക. ഇവിടെ വേർഡ്സ് അല്ല ക്രൈറ്റീരിയ വെക്കേണ്ടത്, ടൈമാണ്. നിങ്ങൾക്ക് 180 മിനിറ്റ്സിൻ്റെ എക്സാം 100 മാർക്സ് അറ്റൻഡ് ചെയ്യാനുണ്ട്. വിച്ച് മീൻസ് 1 മാർക്കിന് 1.8 മിനിറ്റ്. 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ് വന്നതെങ്കിൽ 5 × 1.8 9 മിനിറ്റ് കിട്ടും. 9 മിനിറ്റ് സഫീഷ്യൻ ടൈം ഉണ്ട് തോന്നുകയാണെങ്കിൽ ജനറൽ റൂൾ എഴുതുക, എക്സെപ്ഷൻ എഴുതുക, ആ രീതിയിൽ പ്രസന്റ് ചെയ്യുക. അതർവൈസ് ഡയറക്റ്റ്ലി എക്സെപ്ഷൻ ഈ കേസിൽ വാലിഡ് ആണോ വോയിഡ് ആണോ ഒറ്റ സെന്റൻസ് ആയിട്ട് എഴുതി കൊടുക്കുക, ചെറിയ മാർക്കിന് വന്നതാണെങ്കിൽ. ആർ ഓൺസ് ആൻ ഇലക്ട്രോണിക്സ് ഷോപ്പ്. P visited the store to buy water purifier price 54,000. He specifically requested R for a purifier with copper filter. Okay. P wanted to buy the purifier on credit. Intention of paying in 9 equal monthly installments. Okay. R demands guarantor for the transaction. Okay. അപ്പോൾ R കടക്കാരൻ, അയാൾ വാട്ടർ പ്യൂരിഫയർ വെക്കുകയാണ്. P ആണ് കസ്റ്റമർ. എന്നിട്ട് 54,000 വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾമെൻറ്റ്സിലാണ് കിട്ടുക. ഇയാൾക്ക് ഗ്യാരണ്ടർ വേണം, ഷുവർട്ടി വേണം. ഷുവർട്ടി എസ് ഗ്യാരണ്ടി തന്നു. Came forward and gave guarantee for the payment. R sold P. P 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് അടച്ചു. എത്ര ഇൻസ്റ്റാൾമെൻറ്റ് ടോട്ടൽ പറഞ്ഞു? 9 ഇൻസ്റ്റാൾമെൻറ്റ്. അതിൽ 4 അടച്ചു. ഇനി 5 ഉണ്ടാവും പെൻഡിങ്. അതിനുശേഷം ഇയാൾ ഇൻസോൾവെൻ്റ് ആയി. P ഇൻസോൾവെൻ്റ് ആയി. എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ലയബിലിറ്റി ഓഫ് എസ് ഗ്യാരണ്ടർ. യെസ് ബാലൻസ് എമൗണ്ട് കൊടുക്കാൻ ലയബിൾ ആവും. കോ എക്സ്റ്റെൻസീവ് ആണ്. എത്രയാണോ പ്രിൻസിപ്പൽ ഡെറ്ററിൻ്റെ ലയബിലിറ്റി അത് തന്നെയാണ് ഷുവർട്ടിയുടെ ലയബിലിറ്റി. ഷുവർട്ടിയുടെ ലയബിലിറ്റി കുറേ ടേംസ് പറഞ്ഞിരുന്ന ആക്ട്. സെക്കൻഡറി ആണ്, കണ്ടീഷണൽ ആണ്, കൊളാറ്ററൽ ആണ്, കോ എക്സ്റ്റെൻസീവ് ആണ്. എത്രയാണോ പ്രിൻസിപ്പൽ ഡെറ്ററിൻ്റെ ലയബിലിറ്റി അത് തന്നെ ഷുവർട്ടിയുടെ ലയബിലിറ്റി. അപ്പോൾ അയാൾക്ക് കൊടുക്കാൻ പറ്റാത്ത പോർഷൻ ഷുവർട്ടി കൊടുക്കാൻ ലയബിൾ ആവും. വാട്ട് വിൽ ബി യുവർ ആൻസർ? സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ. R sold water purifier misrepresenting it was having copper filter. ഇയാൾക്ക് സ്പെസിഫിക് ആയിട്ട് കോപ്പർ ഫിൽറ്റർ ഉള്ള വാട്ടർ പ്യൂരിഫയർ വേണ്ടെന്ന് പറഞ്ഞു. അത് സെല്ലർ മിസ്റെപ്രസെന്റ് ചെയ്തിട്ടാണ് കൊടുത്തത്. While it was actually normal filter. Neither P nor S was aware of the fact, and upon discovering the truth, P refused to pay the price. In response to P's refusal, R filed a suit against S. ആദ്യത്തെ കേസിൽ ഇൻസ്റ്റാൾമെന്റ് എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കേസിൽ ഇൻസ്റ്റാൾമെന്റ്സിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. വാട്ടർ പ്യൂരിഫയറിൽ കോപ്പർ ഫിൽറ്റർ അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രിൻസിപ്പൽ ലെറ്റർ പൈസ കൊടുക്കുന്നില്ല. അപ്പോൾ ക്രെഡിറ്റർ ഷുവർട്ടിക്കെതിരെ കേസ് ഫയൽ ചെയ്തു. ഷുവർട്ടിന് ലയബിൾ ആവില്ല. ഗ്യാരണ്ടി ഒബ്റ്റൈൻഡ് ബൈ മിസ്റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ കൺസീൽമെന്റ്. ഗ്യാരണ്ടി ഇൻവാലിഡ് ആണ്. ഇതേതാ ടോപ്പിക്? ഷുവർട്ടി ഡിസ്ചാർജ് ആവുന്ന കേസ്. ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ ഇൻവാലിഡേഷൻ ഓഫ് ഗ്യാരണ്ടി. ഷുവർട്ടിയുടെ ഗ്യാരണ്ടി നിങ്ങൾ റോങ് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് ഒബ്റ്റൈൻ ചെയ്തത്, അല്ലെങ്കിൽ പറയേണ്ട കാര്യം മറച്ചു വെച്ചിട്ട് കൺസീൽമെന്റിലൂടെ കിട്ടിയത്, ഗ്യാരണ്ടി ഇൻവാലിഡ്. ഷുവർട്ടി ലയബിൾ ആവില്ല. Question number 7. As per Indian Contract Act, the contract of guarantee is defined as contract to perform the promise, discharge liability of a third party in case of default. Principal debtor default വരുത്തിയാൽ ഷുവർട്ടി പ്രോമിസ് പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ചാർജ് ലയബിലിറ്റി, അതായത് പൈസ പ്രിൻസിപ്പൽ ഡെറ്റർ എടുത്ത പൈസ ഞാൻ തരാം, ഇതിനാണ് നമ്മൾ ഗ്യാരണ്ടി എന്ന് പറയാം. എസ് ഗ്യാരണ്ടി നിന്നു. പീസ് പേയ്മെന്റ് ഒബ്ലിഗേഷൻ. പി ഡിഫോൾട്ടഡ്. 4 മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനുശേഷം ഇൻസ്റ്റാൾമെന്റ് ആയി. അപ്പോൾ എസ് ലയബിൾ ആവും. എസ് എത്ര ലയബിൾ ആവും? ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് കോ എക്സ്റ്റെൻസീവ്. അത് ഇവിടെ നിന്നാണ് നമ്മൾ കീവേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷുവർട്ടി ലയബിലിറ്റി കോ എക്സ്റ്റെൻസീവ് ആണ്.
അൺലെസ് ഇറ്റ് ഈസ് അതർവൈസ് പ്രൊവൈഡഡ് ഇൻ ദ കോൺട്രാക്ട്. സ്പെസിഫിക് ആയിട്ട് കോഎക്സ്റ്റൻസീവ് അല്ല എന്ന് പറയാത്തടത്തോളം കാലം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് പറയാത്തടത്തോളം കാലം, ഞാൻ ഷുവർട്ടിക്ക് വേണമെങ്കിൽ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യാം. ഞാൻ ഇത്ര അമൗണ്ടിനെ ലയബിൾ ആവുള്ളൂ എന്നൊക്കെ പറയാം. അങ്ങനെ പറയാത്തടത്തോളം കാലം കോഎക്സ്റ്റൻസീവ് ആണ്. P failed to pay the remaining installments due to insolvency, S will be liable to pay the balance amount. അപ്പോൾ 4 ഇൻസ്റ്റാൾമെൻറ്റ് അടിച്ചു എന്നാണ് പറഞ്ഞത്. 9 ഇൻസ്റ്റാൾമെൻറ്റ് 54,000 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ അതിൽ 4 അടിച്ചു. അപ്പോൾ ഇനി 5 എടുക്കാനുണ്ട്. യെസ്, അപ്പോൾ 30,000. In the second situation, R sold water purifier misrepresenting it was having copper filter while it was having normal filter. This changes the situation. ഇതെന്താ സംഭവം? ഇത് മിസ്റെപ്രസെൻറ്റേഷനിലൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവും. ഇൻവാലിഡേഷൻ ഓഫ് ഗ്യാരണ്ടി. അപ്പോൾ അവിടെ മിസ്റെപ്രസെൻറ്റേഷൻ ആണ് പറയേണ്ട ഒരു മെറ്റീരിയൽ കാര്യം. ഇയാൾ അറിയാതെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത്, അതുകൊണ്ട് ഇൻവാലിഡായി. ഗ്യാരണ്ടി ഈസ് ഇൻവാലിഡ്. അപ്പോൾ ഇനി നിങ്ങൾ പറയേണ്ട കാര്യം മറച്ചു വെച്ചാൽ അത് കൺസീൽമെൻ്റ് ആയി, അത് കോൺട്രാക്ട് ആക്ട് ഫ്രോഡായിട്ട് ട്രീറ്റ് ചെയ്യണം. ആ കേസിലും ഗ്യാരണ്ടി ഇൻവാലിഡ് ആവും. ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ഫ്രം ഷുവർട്ടി വിൽ ബി കൺസിഡർഡ് ഇൻവാലിഡ്. ഷുവർട്ടി കനോട്ട് ബി ഹെൽഡ് ലയബിൾ. കോൺട്രാക്ട് ആക്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ മാക്സിമം വീഡിയോ ഷോർട്ട് ആക്കാമെന്ന് ട്രൈ ചെയ്തിരുന്നത്. ഇറ്റ്സ് ഓൾറെഡി 30 minutes. നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോഴും 30 minutes ആവുന്നുണ്ട്. What are the conditions needed to be fulfilled to make the following agreements valid without consideration? Consideration, no consideration, no contract. No consideration is equal to no contract. Unit 2, Contract Act Unit 2. പക്ഷെ അതിന് എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് എക്സെപ്ഷൻസ്? നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെറ്റ്, കംപ്ലീറ്റഡ് ഗിഫ്റ്റ്, ചാരിറ്റി, ഏജൻസി, ബെയിൽമെൻറ്റ്. വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസസ്. 1, 2, 3, 4, 5, 6, 7, 7 എക്സെപ്ഷൻസ്. അപ്പോൾ അതിൽ എഗ്രിമെൻറ്റ് മെയ്ഡ് ബേസ്ഡ് ഓൺ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ വാലിഡ് ആവുമോ? നോർമലി കൺസിഡറേഷൻ ഇല്ലാത്തതുകൊണ്ട് വോയിഡ് ആണ്. പക്ഷേ അത് റിട്ടേണും രജിസ്റ്റേർഡും ആണെങ്കിൽ വാലിഡ് ആവും. പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെറ്റ്. വാട്ട് യു മീൻ ബൈ ടൈം ബാർഡ് ഡെറ്റ്? ലിമിറ്റേഷൻ ആക്ട് പ്രകാരം 3 വർഷം കഴിഞ്ഞാൽ, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞാൽ ഡെറ്റ് കാലാവധി കഴിഞ്ഞുകൊണ്ട് ടൈം ബാർഡായി. ഇനി നിങ്ങൾക്കത് റിക്കവർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇത് ഒരാൾ വോളണ്ടറിലി ലെറ്റർ പറയണം ഞാൻ പൈസ തരാം എന്നൊരാൾ റിട്ടേൺ ആൻഡ് സൈൻഡ്. ഈ ചാപ്റ്ററിൽ ആകെ കുറച്ച് ടോപ്പിക്കുള്ളൂ. ബട്ട് ദ ചാലഞ്ചിങ് ഫാക്ടേഴ്സ് കണ്ടീഷൻസ് എന്തായിരുന്നു. ഇൻഫാക്ട് കണ്ടീഷൻസ് എല്ലാം ഏറെക്കുറെ ഇപ്പോൾ 2 എണ്ണം ഇവിടെ തന്നെ പറഞ്ഞു. നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷന് റിട്ടേൺ രജിസ്റ്റേർഡ് ആവണം, ടൈം ബാർഡ് ഡെറ്റും റിട്ടേൺ സൈൻഡ് ആവണം. ഇനി ആകെ ഒരു കണ്ടീഷൻ കൂടി ഈ ടോപ്പിക്കിൽ മെയിൻലി ഉള്ളൂ. ഒന്ന് മറ്റേ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. സ്ട്രേഞ്ചറിന് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. അവിടെ ഫാമിലി സെറ്റിൽമെന്റ് അവിടെ റിട്ടേൺ ആവണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. സോ റിമെമ്പർ, നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് 2 ടോപ്പിക്കിൽ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, റിട്ടേൺ രജിസ്റ്റേർഡ്, പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെറ്റ്, റിട്ടേൺ ആൻഡ് സൈൻഡ്. പിന്നെ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി, അതായത് സ്ട്രേഞ്ചറിന് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല, അവിടെ ഫാമിലി സെറ്റിൽമെന്റ്, റിട്ടേൺ. ദാറ്റ്സ് ഇറ്റ്. 3 ചാപ്റ്ററിൽ നമുക്ക് മെയിൻലി കണ്ടീഷൻസ് ഓർത്ത് വെക്കാനുള്ളായിരുന്നു. ദിസ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8ൽ എഗ്രിമെന്റ് മെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒരു കണ്ടീഷൻ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ആണ്. 2 പാർട്ടീസ് നിയർ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കണം. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഫാദർ ആൻഡ് ഡോട്ടർ. നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, നിയർ റിലേഷനിലുള്ള ആൾക്കാർ, റിട്ടേൺ ആവണം, രജിസ്റ്റേർഡ് ആവണം. അങ്ങനെയാണെങ്കിൽ ഈവൻ വിതൗട്ട് കൺസിഡറേഷൻ അത് വാലിഡ് ആവും. പിന്നെ ടൈം ബാർഡ് ഡെറ്റ്, അത് റിട്ടേൺ ആവണം. എവിടെ പോയി? റിട്ടേൺ ആവണം, സൈൻഡ് ആവണം, രജിസ്റ്റേർഡ് ആവേണ്ട ആവശ്യമില്ല. വിച്ച് മീൻസ് അതോറിറ്റിൻ്റെ അടുത്തൊന്നും പോയി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പാർട്ടീസ് തന്നെ സൈൻ ചെയ്താൽ മതി. This is all about നമ്മളെ കോൺട്രാക്ട് ആക്ട് സീരീസ്. I'm planning to continue ഇതിൻ്റെ ബാക്കിയുള്ള സീരീസും ഫൗണ്ടേഷൻ്റെ ബാക്കി സെയിൽ ഓഫ് ഗുഡ്സ്, പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളൊക്കെ. Let me know if you found this useful and നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാം. Okay, do your best.